അല്ല, KNK ഓട്ടോമൊബൈൽസ്. മനോഹർ സാർ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ മകൻ സുധാകരനാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ കടം കൊടുത്ത ആരെങ്കിലും ആണോ? കൂവക്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് PP വിദ്യയോ? അതെ, KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ MM സുധാകരനാണ് സംസാരിക്കുന്നത്. പണിത വണ്ടി പിന്നെയും പണി തന്നെന്നോ? വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. What are you doing there? We are doing a car. KNK ഓട്ടോമൊബൈൽസ്. പഞ്ചായത്ത് പ്രസിഡന്റ് PP വിദ്യ മാഡം, പ്രൊപ്പറേറ്റർ ആൻഡ് മെക്കാനിക്കൽസ് ആർ റെഡി. Bullshit. കുട്ടിക്ക് മലയാളം അറിയാമെന്ന് തോന്നുന്നു. ഇത്രയും വിഡ്ഢികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുക. എടാ പ്രകാശ, നിന്റെ മോലയാളിക്ക് ഇംഗ്ലീഷ് നല്ല പിടിപാടാന്ന് തോന്നണല്ലോ. മോലാളി ഇംഗ്ലീഷാണ് കാണാൻ നല്ലത്. മോലാളുടെ അച്ഛൻ ഇംഗ്ലീഷാണോ മോലാളി എന്നോട് പറയാറ്. ആണോടാ? പിന്നെ അല്ലാണ്ട്. അതെന്തിനാണ് എപ്പോഴും പറയണത്? ഇവിടെ സർവീസിന് വരുന്ന പല ആളുകളും മുതലാളിയോട് പറയും ആശാന്റെ ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അത്ര പിടുത്തം കിട്ടുന്നില്ല എന്ന്. പ്രകാശ, അത് ചിലപ്പോ ഇവിടെ സർവീസിന് വന്ന പല ആളുകൾക്ക് ഇംഗ്ലീഷ് കേട്ടാ മനസ്സിലാവാത്തോണ്ടായിരിക്കും. 10ാം ക്ലാസ്സിലെ 10ാമത്തെ കൊല്ലം പുസ്തകവും വലിപ്പവും എല്ലാം മാറിയെന്ന് പറഞ്ഞ് സ്കൂൾ വരാന്തരുടെ ഓടി അവസാനം വണ്ടി ബ്രോക്കറായി മാറിയ സുധീറിന്റെ കാര്യം മനസ്സിലായല്ലോ. പക്ഷേ ഞങ്ങളെ മുതലാളിയുടെ ഇംഗ്ലീഷ് മാത്രം മനസ്സിലാവാത്ത എന്താന്ന് ഇവിടെ സർവീസിൽ വന്ന പല ഇംഗ്ലീഷ് പ്രൊഫസർമാരോട് ചോദിച്ചു നോക്കി. അപ്പൊ അവര് വണ്ടി എടുത്ത് സ്ഥലം വിട ചെയ്യുന്ന അറിയാമോ? അപ്പൊ ആശാൻ ഭയങ്കര ബിരുദകാരി അല്ലടാ. ഞങ്ങളുടെ ആശാൻ ഒരു ബിരുദധാരി മാത്രമല്ല, ആശാന്റെ അച്ഛന്റെ വസ്ത്രങ്ങൾ ധരിക്കുന്ന ഒരു ബിരുദനും കൂടിയാ. അതാ ഞങ്ങളുടെ ആശാൻ MM സുധാകരൻ. KNK ഓട്ടോമൊബൈൽ പ്രൊപ്പറേറ്റർ MM സുധാകരൻ, സൺ ഓഫ് ലൈറ്റ് MM മനോഹരൻ. എന്റെ മൊട്ടെ, എന്റെ വണ്ടി ഇന്ന് കൊടുക്കാനുള്ളതാ. ആദ്യം നല്ല കെട്ടി വെക്കണം. പ്രകാശ, മോനെ പ്രസാദേ, ഐശ്വര്യത്തിന്റെ പ്രകാശം വിതറിക്കൊണ്ട് KNK ഓട്ടോമൊബൈൽസ് പ്രസാദിച്ചിരിക്കുന്നടാ. പ്രസാദേ, ഈ KNK ഓട്ടോമൊബൈൽസിന്റെ പ്രകാശവും പ്രസാദവും ഇവിടുത്തെ വെറും തൊഴിലാളികളെയാ. ഈ പ്രകാശനും ഈ പ്രസാദം അല്ലേ ആശാനെ? അല്ലടാ, കൂവക്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് PP വിദ്യ, പാണങ്ങാട് പരമേശ്വരൻ പിള്ളയുടെ ഒരേ ഒരു മകൾ, പരമേശ്വരൻ പിള്ളയുടെ സകല സ്വത്തിൻ്റെയും ഒരേ ഒരു അവകാശി. അവരുടെ ഒരു കാറ് ഇന്ന് നമ്മുടെ KNK ഓട്ടോമൊബൈൽസിൽ സർവീസിങ്ങിനായി എത്തുന്നുണ്ടടാ. We are doing a car. ഇവിടെ ഒന്നും മറ്റാളുകൾക്കില്ലാത്ത എന്ത് പ്രത്യേകത ആശാന ഈ PP വിധിക്കുള്ളത്? മോനെ പ്രകാശ, നിന്റെ രാഷ്ട്രീയ ബുദ്ധിയൊന്നും അല്ല ഈ ആശാനുള്ളത്. കൂവക്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് PP വിദ്യ ഉടുക്കുന്ന സാരിയുടെ കളർ അനുസരിച്ചാണ് അവരുടെ കാറും മാറുന്നത്. കാറായിട്ട് നമ്മുടെ വർഷപ്പില് PP വിധി വരും ആശാനെ. വരുമടാ. പിന്നെ ഒരു കാര്യം, അവരുടെ ഒന്നും അവർ മറ്റുള്ളവരെ കണ്ട് തൊടിയിപ്പിക്കില്ല. എന്നാലോ മറ്റുള്ളവരുടെ എല്ലാ കാര്യത്തിലും അവർ ചുമ്മാ കയറി അങ്ങ് ഇടപെടും. മാഡത്തിന്റെ പേര്? എന്റെ പേരറിയാത്തവരായി ഈ പഞ്ചായത്തിലല്ല, ജില്ലാ പഞ്ചായത്തിലല്ല, ഈ സംസ്ഥാനത്ത് പോലും ആരും ഇല്ലെന്ന് അറിയില്ലടോ. അതുകൊണ്ടല്ല മാഡം, മാഡത്തിന്റെ പഞ്ചായത്ത് അറിയപ്പെടുന്ന പേര് ചോദിച്ചാലേ
എന്റെയും ഈ നിൽക്കുന്ന റൈറ്ററുടെയും ജോലി നഷ്ടപ്പെടുന്നുള്ളോണ്ടാ. ആത്മഹത്യ ഞങ്ങൾ രണ്ടുപേർക്കും അറിയില്ല മാഡം. പ്ലീസ് പ്ലീസ് ടെൽ മീ യുവർ നെയിം. അമ്മയുടെ പേര് PP വിദ്യ. ദാറ്റ് ഈസ് പാണങ്ങാട് പരമേശ്വരൻ മകൾ വിദ്യ. എന്നെ രാഷ്ട്രീയപരമായി PP വിദ്യ എന്ന് എൻ്റെ അനുയായികൾ എന്നെ വിളിക്കും. രാഷ്ട്രീയ പ്രതികൾ മാഡത്തിനെ എന്ത് വിളിക്കും? മുദ്രാവാക്യം വിളിക്കും. റൈറ്റർ നോട്ട്. ആ മുദ്രാവാക്യം ഒന്നുകൂടെ പറയാവിടെ മോനെ. ഇല്ല സാറേ, നാവ് കൊണ്ട് ആരെയും മോശം വർത്താനമോ തെറിയോ പറയരുതെന്നാ എൻ്റെ അമ്മ എപ്പോഴും എന്നെ അഡ്വൈസ് ചെയ്യാറുള്ളത്. അപ്പൊ മാഡത്തിനെ തെറി പറയുന്ന ആളുകളും ഉണ്ട് ഈ പഞ്ചായത്തില്. ദാറ്റ് മീൻസ് വെർബൽ അബ്യൂസ്മെന്റ് സെക്ഷൻ 294 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ് എക്സ്പ്ലിസിറ്റ്ലി ക്ലാസിഫൈസ് വെർബൽ അബ്യൂസ് ആസ് എ പണിഷബിൾ ഒഫൻസ്. മാഡം ഒരു കംപ്ലൈന്റ് എഴുതി തന്നാൽ മതി, പിന്നെ അവന്റെ കാര്യം ഇന്ത്യയോട് നോക്കിക്കോളാം. സാറേ, ഈ ചെറിയ കാര്യത്തിന് ഇത്രയും സെക്ഷൻ എഴുതണോ? അത് ഞാൻ ഒറ്റ സെക്ഷനെ പറഞ്ഞുള്ളൂ. റിയാസേ, അവനെതിരെ ഒറ്റ സെക്ഷൻ അല്ല ഇന്ദു, പറയുകയാണെങ്കിൽ ഒരുപാട് സെക്ഷൻ എഴുതേണ്ടി വരും. അതിന് IPCയിൽ അത്രയും സെക്ഷൻ ഉണ്ടാവുകയില്ല. നിങ്ങളുടെ കയ്യിൽ എഴുതാനുള്ള പേപ്പറും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഭീകരനാണ് അവൻ. ആരാണ് മേഡം അവൻ? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ 2ാം ക്ലാസ്സിൽ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൻ 4ാം ക്ലാസ്സിൽ, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവൻ എങ്ങനെയോ 8ാം ക്ലാസ് പാസ്സായി. ഞാൻ ഡിഗ്രിയും കഴിഞ്ഞു, PGയും കഴിഞ്ഞു. എൻ്റെ പുറകെ നടന്ന് അവൻ ജീവിതവും കളഞ്ഞു. ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന മാഡത്തിന്റെ ഈ മനസ്സിനെ അംഗീകരിച്ച മതിയാവും സാറേ. ഇനി ഫ്ലാഷ് ബാക്കിൽ നിന്നും അമ്മ ഉണരാൻ ഒരുപാട് സമയമെടുക്കും സാറേ. ആ സമയം കൊണ്ട് ഞാനേ പോയി ഫ്രീ ഫയർ കളിച്ചിട്ട് വരാം. സാറ് വരുന്നുണ്ടോ കളിക്കാൻ? ഞാനോ? ഞാനേ സ്ഥലം SI സബ് ഇൻസ്പെക്ടർ ഇന്ദു. പെണ്ണുങ്ങൾക്ക് പോലും ഇപ്പൊ ഹിന്ദു എന്നുള്ള പേരിടാറില്ല. അപ്പോഴാ ഒരു സ്ഥല SIയുടെ പേര് ഹിന്ദു. അതിന്റെ അച്ഛൻ സ്നേഹത്തോടെ ഇട്ട പേരാ ഇന്ദു. അതിന്റെ കൂടെ നാട്ടുകാർ പേടിയോടെ ഇട്ട പേരാ ചൂടെന്ന്. അങ്ങനെ ഇപ്പൊ എന്റെ പേര് ഇന്ദു ചൂടെന്നാ. കേട്ടോ? കണ്ടാലും പറയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോലീസിനൊരു പേടിയില്ല അല്ലേ റിയാസേ? ഇപ്പോഴത്തെ പിള്ളേരെ പോലീസ് പേടിക്കണം സാറേ. 10ാം ക്ലാസ് 10 വട്ടം എഴുതിയിട്ടും പാസ്സാകാത്ത നിന്നെ ഞാനെന്നല്ല ഒരു പെണ്ണ് സ്നേഹിക്കത്തില്ലട തെണ്ടി. മാഡം, തെണ്ടി എന്നുള്ള വാക്കും വെർബൽ അബ്യൂസ്മെന്റ് വരും. സോറി ഇന്ത്യയുടൻ, പഞ്ചായത്ത് വിട്ട് കുറച്ചു നേരം ഞാൻ 10ാം ക്ലാസ്സുകാരിയായി മാറി. 10ാം ക്ലാസ്സിൽ ഞാൻ 10 വട്ടം എഴുതി എന്നുള്ളതേ ഈ പഞ്ചായത്തിൽ മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. എന്തിനാണ് ഞാൻ 10ാം ക്ലാസ് 10 വട്ടം എഴുതിയത്? 10 വട്ടം അല്ല, 10,000 തവണ ഞാൻ പറഞ്ഞതാ ഇഷ്ടമാണ് 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 എന്ന്. 2ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴേ ആ 5ാം ക്ലാസ്സുകാരോട് പറഞ്ഞു. പിന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതേ 8ാം ക്ലാസ്സുകാരോട് പറഞ്ഞു ഇഷ്ടമാണ് ഇഷ്ടാണ് ഇഷ്ടാണ് എന്ന്. അങ്ങനെ അവളുടെ മറുപടിക്കായി ഞാൻ 10 വട്ടം 10ാം ക്ലാസ് എഴുതി. അറിയോ അവസാനം എന്ത് സംഭവിച്ചു? പവിത്രം പ്ലാങ്കൂട്ടം 10ാം ക്ലാസ് പിന്നെയും തോറ്റു. 10ാം ക്ലാസ് പാസ്സാകാത്ത നിന്നെ പ്രണയിക്കാനേ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൻ്റെ പടിയറവാതിൽ കൊട്ടിയടച്ച് ഇറങ്ങിപ്പോയ PG-കാരിയായ PP വിദ്യ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ PP വിദ്യ അവിടെയും എന്നെ തോൽപ്പിച്ചു. എങ്ങനെയാണെന്നോ? പഠനത്തിൽ തോറ്റവനും പ്രണയത്തിൽ തോറ്റവനുമായ ഞാൻ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിലെങ്കിലും അവളെ അല്ല
PP വിദ്യയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അവിടെയും ഈ പാവം പവിത്രം പ്ലാങ്കൂട്ടം തോറ്റുപോയി. ഒരു പ്രണയത്തിന്റെ പേരിൽ പരാജയം ഏറ്റുവാങ്ങാനുള്ള ഒരു പ്രതിയോഗിയാണോ പവിത്രം പ്ലാങ്കൂട്ടം? ഈ പ്രായത്തിലും 10ാം ക്ലാസ് ഞാൻ പാസ്സാകും. പഞ്ചായത്തിൽ വീണ്ടും ഞാൻ മത്സരിക്കും. 2ാം ക്ലാസ് മുതൽ എന്നെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൂവക്കണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് PP വിദ്യയെ ഈ പ്രായത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 10 വോട്ട് തികച്ചു കിട്ടാതെ ഞാൻ തോൽപ്പിക്കും. ഇനിയും തോൽവി ഏറ്റുവാങ്ങാൻ പവിത്രം പ്ലാങ്കൂട്ടം തയ്യാറല്ല എന്നോർപ്പിച്ചുകൊണ്ട് 110 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്റെ യൂട്യൂബ് ചാനലിൽ നിന്നും പവിത്രം പ്ലാങ്കൂട്ടം സൈൻ ഔട്ട് ചെയ്യുന്നു. ജയ് ഹിന്ദ്. ദൈവമേ, ആവശ്യത്തിനിടയ്ക്ക് ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കണൊന്ന് അമർത്താനും പറയാൻ മറന്നുപോയല്ലോ. ഷേ വിളിക്കണ തെണ്ടി ഹിന്ദിയിലൂടെ ഓപ്പ്. ഇവിടുത്തെ സ്ഥല എസ്ഐനെ വിളിച്ചായിരുന്നു. IPC സെക്ഷൻ 294 പ്രകാരം എനിക്കെതിരെന്തോ കേസുണ്ടെന്നാണ് പറഞ്ഞേ. ഇത് കേട്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി വക്കീലേ. ഞാൻ പറഞ്ഞു കേസിൻ്റെ കാര്യവും പറഞ്ഞ് എൻ്റെ വീടിൻ്റെ മുറ്റത്തങ്ങനെ വന്നാൽ മുറ്റത്തിരിക്കണ ചെടിച്ചട്ടി എടുത്ത് തലക്കെട്ടടിക്കുന്നു. എന്തിനും കുഴപ്പമുണ്ടോ വക്കീലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും കുഴപ്പമില്ല പവി. രക്ഷാപ്രവർത്തനം എന്ന IPS-ൽ ഇല്ലാത്ത സെക്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഞെളിഞ്ഞിരിക്കാന്നേ. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ തലതല്ലിപ്പൊളിക്കൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ പാവാ ഇല്ല വക്കീലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 പേരെ തലതല്ലിപ്പൊളിക്കാറുണ്ട്. ആടെയാണ് പവി? ഒന്ന് KNK ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ M സുധാകരൻ്റേത്. 2 പ്ലാങ്കൂട്ടം പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ MM ഇന്ത്യയുടേത്. പവിത്ര, ഇന്നത്തെ കാലത്ത് തലതല്ലി പൊളിക്കുന്നത് അത്ര വലിയ കുറ്റകരമൊന്നുമല്ല. പക്ഷേ സ്ത്രീകൾക്കെതിരായ മോശം പ്രയോഗങ്ങൾ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത എന്നാണ് മനുസ്മൃതി പറയണത്. മനസ്സിലായോ പവിക്ക്? ഇതിലും നല്ലതേ ഇയാൾ വക്കീൽ കോട്ടും അഴിച്ചു വെച്ച് ഒരു കോണക കൊടുത്ത് വല്ല തന്ത്രിപ്പണി പോകുന്നതാ. തന്ത്രി ആന്നേക്കാൻ നല്ലത് മന്ത്രിയാന്നല്ലേ പവിത്ര നല്ലത്? എന്റെ ഈ ചാണക്യതന്ത്ര തലമണ്ടയിൽ നിന്നും ഒരു കാര്യം ഞാൻ പറയാം. ഇതേ ചാണക്യതന്ത്ര തലവണ്ടിയൊന്നുമല്ല, ഇത് ചാണ വന്ന തലവണ്ടിയാ. പാരമ്പര്യം ഒരിക്കലും നമ്മളെ വിട്ടുപോയില്ല പവിത്ര. ഈ കഷണ്ടിയും പാരമ്പര്യവും തമ്മിൽ എന്താ വക്കീലേ? ഇയാളെ കാര്യത്തിലേക്ക് വാ. ഒരു അവിശ്വാസ പ്രമേയം നമ്മുടെ PP വിദ്യക്കെതിരെ പവിത്രം പ്ലാങ്കൂട്ടം കൊണ്ടുവരും. PP വിദ്യക്കെതിരെ പവിത്രം പ്ലാങ്കൂട്ടം അവിശ്വാസം കൊണ്ടുവരണം അല്ലേ? എൻ്റെ ഈ ജന്മത്തിൽ എന്നെ കൊണ്ടാവൂല വക്കീലേ. അവളെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? അവൾ ഒരിക്കലും എന്നെ തോൽപ്പിച്ചിട്ടില്ല. ഞാനേ അവളുടെ മുമ്പിൽ തോറ്റുപോയിട്ടുള്ളൂ. ഞാൻ തോറ്റു പോകാതിരിക്കാൻ 5ാം ക്ലാസ് മുതൽ അവൾ ഒരുപാട് ശ്രമിച്ചതാ. എന്നിട്ടും ഞാൻ തോറ്റു. എന്നിട്ടും അവൾ എന്നെ വിശ്വസിച്ചു. അവൾക്കെതിരെ ഞാൻ എങ്ങനെ അവിശ്വാസം കൊണ്ടുവരും വക്കീലേ? ഇയാളൊന്ന് പറ. വേണ്ട. IPC സെക്ഷൻ 294 നിനക്കെതിരെ അവൾ പറഞ്ഞ പരാതിയിൽ SI ഇന്ദുചൂടൻ ചാർജ് ചെയ്ത ഒരു കേസുണ്ട്. സാറേ, ഒരു കേസുണ്ട്. ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വക്കീൽ വാസുദേവ് മറ്റൊരു കേസ് എടുക്കില്ലെന്ന് അറിയില്ലേ പിള്ളേ? അറിയാഞ്ഞിട്ടല്ല സാറേ, ഇത് സാറിനെതിരെയുള്ള കേസാ. തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു. എന്താ എനിക്കെതിരെയുള്ള കേസ്? സ്ഥിരം വരാറില്ല. IPC സെക്ഷൻ 285 നെഗ്ലിജൻസ്. നാരായണ, ഈ കേസെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു. എത്ര നാളായി ഇങ്ങനെ നടക്കുന്നു. പണിയാവോ?
ഏ ഇത് എനിക്കെതിരെയുള്ള പണിയല്ലേടാ. 6 മാസം ശിക്ഷ, അല്ലെങ്കിൽ തത്തുല്യ പണം. പണിയാകാതിരിക്കാനാണ് പവിത്രനെ ഇവിടെ എന്ന് ഞാൻ വിളിച്ചു വരുത്തിയത്. എല്ലാ കക്ഷികളെയും കൂട്ടി ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് ഞാനൊരു പണിയെടുത്തിട്ടുണ്ട്. നിന്റെ PP വിദ്യയും MM സുധാകരനും SI ഇന്ദുചൂടനും ഞാൻ പറഞ്ഞെടുത്ത് ഇപ്പോ എത്തും. നിങ്ങളാ ചിരിയൊന്ന് നിർത്തും. എവിടെ വെച്ച്? K&K ഓട്ടോമൊബൈൽസിൽ വെച്ച്. ഓ, അവിടെ വെച്ച് തന്നെ വേണോ വക്കീലേ? വേണം. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് പറ്റിയ കോർട്ടാണ് K&K ഓട്ടോമൊബൈൽസ്. ബെസ്റ്റ്. പിന്നെ വരുമ്പോ നിന്റെ ഓഞ്ഞ മോന്തയായിട്ട് വരരുത് കേട്ടോടാ. PP വിദ്യ നിന്നെ കണ്ടൊന്നും ഞെട്ടട്ടാ പവി. എടോ കേസില്ല വക്കീലേ, എൻ്റെ മഹാനായ അപ്പൻ പരേതനായ MM മനോഹരൻ്റെ സാമ്രാജ്യമായ ഈ K&K ഓട്ടോമൊബൈൽസിനെ കോടതിയേക്കാൻ തന്നോട് ആരോടാ പറഞ്ഞത്? മഹാനായ അച്ഛൻ്റെ മണ്ട മോനെ, അയാൾ ഉപയോഗിച്ച കണ്ണടയും അയാൾ ഉപയോഗിച്ച ഹാൻഡ് ബാഗും അയാൾ ഉപയോഗിച്ച ഷർട്ടും പാൻറ്റും വള്ളിക്കളസവും പിന്നെ അയാളുടെ വള്ളി ചെരുപ്പ് വിട്ടാൽ വെറും MM സുധാകരൻ പ്രൊപ്പറേറ്റർ MM മനോഹരൻ ആകുമെന്ന് തന്നോട് ആരാടോ പറഞ്ഞത്? MM മനോഹരൻ, അതായത് എൻ്റെ അപ്പൻ, മരിക്കാൻ പോകുമ്പോൾ അപ്പൻ എൻ്റെ കയ്യും പിടിച്ച് വിങ്ങിക്കൊണ്ട് എന്നോട് എന്താ പറഞ്ഞതെന്ന് അറിയാമോ വക്കീലിന്? എടാ സുധാകര മോനെ, എനിക്കുള്ളതെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നിന്നെ മാത്രം. ഇത്രയും പറഞ്ഞ് ആ പാവം കണ്ണുകൾ അടച്ചു. അറിയാമോ വക്കീലിന്? എടോ, മനോഹരനാശാൻ കണ്ണടയ്ക്കുമ്പോ തന്നെ ഏൽപ്പിച്ചിട്ട് പോയത് വള്ളിക്കളസവും വള്ളിച്ചെരുപ്പും മാത്രമല്ല, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടിയാ. അതെനിക്കറിയാം. ഈ K&K ഓട്ടോമൊബൈൽസും ഒരു കട്ടപ്പാരിയല്ലേ? അല്ല, താൻ തൻ്റെയെന്ന് പറഞ്ഞു നടക്കുന്ന തൻ്റെ തന്തയുടെ 2 അവകാശികളെ. ആരുടെ അവന്മാര്? സ്ഥലം സബ് ഇൻസ്പെക്ടർ MM ഇന്ദുവും പിന്നെ രാഷ്ട്രീയ ഭീകരനായ പവിത്രൻ പ്ലാങ്കൂട്ടവും. അച്ഛൻ തന്നതിൽ വേണ്ടാത്തായിട്ട് ഇവന്മാരുള്ളൂ. എന്നാലേ അവരുടെ അച്ഛൻ കൊടുത്തതിൽ അവർക്ക് വേണ്ടാത്തതായിട്ട് ഒരു സാധനമേ ഉള്ളൂ. എന്താണത്? MM മനോഹരന്റെ മൂത്ത മകൻ MM സുധാകരൻ. അതിനാണ് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിന് ഞാൻ ഈ K&K ഓട്ടോമൊബൈൽസിൽ വെച്ച് അറേഞ്ച് ചെയ്തത്. എനിക്ക് കേസില്ലാത്തത് കൊണ്ടല്ല സുധാകര ഞാൻ കേസില്ലാ വക്കീലായത്. എൻ്റെ കേസുകൾ പരമാവധി ഞാൻ കോടതിക്ക് പുറത്ത് വെച്ചാണ് തീർക്കാറുള്ളത്. ആശാനെ നിയമനോ പാത്രം പ്ലാങ്കൂട്ടും ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എടാ ചൂസിടാ പ്രസാദേ, വേമാടാ. ദേ വരുന്ന ആൾക്കാർ എന്തേണ്ടി കാക്കിയിട്ടുണ്ട്. പ്രസാദ ടൂൾസ് വേണ്ട. അല്ല, K&K ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ MS സുധാകരൻ. We are doing a car. വരുന്ന കേസുകളെല്ലാം K&K ഓട്ടോമൊബൈൽസ് വെച്ച് തീർക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ വക്കീലെ ഇവിടെ പോലീസ് സ്റ്റേഷൻ കോടതിയും? ഒരച്ഛൻ്റെ 3 മക്കൾക്കെതിരായുള്ള 2 കേസുകൾ തീർപ്പാക്കാൻ പറ്റിയ കോടതി ഈ K&K മൊബൈൽസ് ആണെന്ന് എനിക്ക് തോന്നി. അല്ലേ ആശാനെ? അല്ല, K&K ഓട്ടോമൊബൈൽസ് പ്രൊപ്പറേറ്റർ MS സുധാകരൻ. We are doing a car.
K&K ഓട്ടോമൊബൈൽസ് ഞങ്ങളുടെ വണ്ടികൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നാലും എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, നന്മകളെ നന്മകൾ കൊണ്ട് തോൽപ്പിക്കണമെന്ന്. ജീവിതം മത്സരിച്ച് തോൽപ്പിക്കാനുള്ളതല്ല, മത്സരിച്ച് വിജയിക്കാനുള്ളതാ. തൻ്റെ ചേട്ടൻ പവിത്ര പ്ലാങ്കൂട്ടത്തിനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ജയിക്കാനൊരുത്തം ശ്രമിക്കുമ്പോൾ തോൽപ്പിക്കാനല്ല സ്നേഹമുള്ളവർ ശ്രമിക്കേണ്ടത്. പിന്നെ തോൽക്കാനല്ല, ജയിക്കാൻ നോക്ക്. എവിടെയായാലും, പഞ്ചായത്തിലായാലും. വിദ്യേ, പോയി ജയിക്കാൻ നോക്കടാ. എത്ര തോറ്റാലും തോക്കാതിരിക്കാൻ നോക്കാത്തൊരു ചേട്ടൻ നിണ്ടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ IPC ഒരു സെക്ഷൻ.